ഹായ്, ഇന്നത്തെ നമ്മുടെ യാത്ര വാദി ദർബാത്തിലേക്കാണ്. വാദി എന്ന് പറഞ്ഞാൽ നമ്മുടെ ചെറിയൊരു നീർച്ചാല്, അങ്ങനെയൊക്കെ ഒരു മീനിങ് വരുന്ന ഒരു അറബിക് വേർഡാണ്. ഞങ്ങളിവിടെ സലാലയിലുള്ളവർക്ക് ഇടയ്ക്കിടയ്ക്കൊക്കെ ഇങ്ങനെ പച്ചപ്പും മഴയും ഒക്കെ ഒരു 2-3 മാസത്തേക്കിന് കിട്ടുന്ന ഒരു സീസണാണ് ഖരീഫ് സീസൺ. ആ സീസണിൽ നമുക്ക് ശരിക്കും ഈ വാദിയൊക്കെ കാണാൻ ഭയങ്കര ഭംഗിയാണ്. നല്ല പച്ചപ്പിൻ്റെ ഇടയ്ക്കൂടെ വെള്ളം ഒഴുകുന്നതും ഒക്കെ. അപ്പം ഈ വർഷം അധികം മഴ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് എങ്ങനെയാണ് വാദി ദർബാത്തിൻ്റെ സ്ഥിതി എന്നറിയില്ല. നമ്മളെന്തായാലും കാണാൻ പോവുകയാണ്. പോകുന്ന വഴിക്കൊക്കെ ചെറിയ പച്ചപ്പൊക്കെ കാണാം. ഗൾഫിലേക്ക് മറ്റുള്ള സ്ഥലത്തൊക്കെ ഭയങ്കര ചൂടുള്ള ഒരു സമയമായതുകൊണ്ട് തന്നെ ഒരുപാട് ആൾക്കാർ ഇതൊക്കെ കാണാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഭയങ്കര റഷാണ് റോഡൊക്കെ. ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ ചില ദിവസമൊക്കെ വെള്ളിയാഴ്ചകളിലൊക്കെ രാവിലെ വെറുതെ ഒരു യാത്ര പോകാൻ വേണ്ടിയിട്ടൊക്കെ ഇങ്ങോട്ട് വരും. ആ ഒരു സമയത്തൊക്കെ ഒരു വണ്ടിയോ ഒരു മനുഷ്യരോ ആരും ഉണ്ടാവാറില്ല. പക്ഷേ ഇന്ന് വെള്ളിയാഴ്ച നമ്മൾ രാവിലെ ഇറങ്ങിയിട്ട് പോലും നല്ല തിരക്കാണ് റോഡിലൊക്കെ. ഈ തിരക്കും ബഹളമൊക്കെ ആണെങ്കിലും നല്ല പച്ചപ്പൊക്കെ കണ്ടു പോകാൻ വേണ്ടിയിട്ട് അതൊരു ഭയങ്കര രസം തന്നെയാണ്. ശരിക്കും നമ്മുടെ നാട്ടിലെ മൂന്നാറിലും അല്ലെങ്കിൽ വാഗമണിലൊക്കെ ചെല്ലുമ്പോഴാണ് ഇങ്ങനെ നമുക്ക് കാണാൻ പറ്റുന്നത്. അതേ ഒരു സെയിം ഫീലാണ് നമുക്ക് ഈ സലാലയിൽ ഈ സമയത്ത് ഈ പ്രകൃതി ഭംഗിയൊക്കെ കാണുമ്പോൾ നമുക്കുണ്ടാവുന്നത്. ഞങ്ങൾ ഇതുവരെ വാദി ദർബാത്തിലേക്ക് എത്തിയിട്ടില്ല. എന്താണെന്ന് വെച്ചാൽ റോഡിൽ നിന്ന് ഇറങ്ങിയിട്ട് നമ്മളിങ്ങനെ കുറച്ച് ഉള്ളിലേക്ക് യാത്ര ചെയ്ത് ചെല്ലുമ്പം അവസാനം വരുന്ന സ്ഥലമാണ് വാദി ദർബാത്ത്. അങ്ങനെ നമ്മൾ പതുക്കെ വാദി ദർബാത്തിൻ്റെ ചെറിയൊരു ഭാഗം കടന്നു. അവിടെ നല്ല വെള്ളമൊക്കെ ഉണ്ട്, പിന്നെ ബോട്ടിംഗ് ഒക്കെ ഉണ്ട്. പക്ഷേ വണ്ടികളിങ്ങനെ കിടക്കുക, ഭയങ്കര റഷാണ്. കാരണം വെള്ളിയാഴ്ച ആയതുകൊണ്ട് പുറത്തുനിന്നുള്ള ആൾക്കാരും നമ്മുടെ സലാലക്കാരും മസ്കറ്റുകാരും ഒക്കെ ഈ പച്ചപ്പും മഴയും ഒക്കെ ആസ്വദിക്കാൻ വേണ്ടിയിട്ട് രാവിലെ തന്നെ ഒരുപാട് ആൾക്കാർ ഇറങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ കുറച്ച് ഡെക്കറേറ്റീവ് വർക്കുകളും അതൊക്കെ കാണാൻ പറ്റും. പിന്നെ നമുക്ക് വണ്ടിയൊക്കെ പാർക്ക് ചെയ്യാനായിട്ടൊരു സ്ഥലം കിട്ടി. ഇനി നമ്മൾ ബോട്ടിങ് അവിടെ കണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഒന്ന് പോയി നോക്കാമെന്ന് വിചാരിച്ചിട്ട് പോവുകയാണ്. അതിനിടയ്ക്ക് നമ്മുടെ പിള്ളേരെ കളിപ്പിക്കാൻ വേണ്ടിയിട്ട് കുറേ സാധനങ്ങൾ അവിടെ വെച്ചിട്ടുണ്ട്. പിള്ളേരെ സംബന്ധിച്ച് അവർക്ക് എവിടെ ചെന്നാലും ആവശ്യം ഇല്ലാത്ത സാധനങ്ങളില്ല. പിന്നെ കുറച്ച് കുതിര സവാരിക്കാരും അതൊക്കെ ഉണ്ട്. ഇനി നമുക്കൊന്ന് ബോട്ടിങ്ങിലേക്ക് എങ്ങനെയാണെന്ന് നോക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പോവുക. ശരിക്കും ഇവിടെയൊക്കെ നിന്ന് ഫോട്ടോസ് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഭംഗി എന്ന് പറഞ്ഞാൽ പറഞ്ഞറിയിക്കാൻ പറ്റില്ല. നമ്മൾ നേരിട്ട് കാണുന്ന അത്രയും ഭംഗിയില്ല, എങ്കിലും നല്ല അടിപൊളിയാണ്. ഈ പച്ചപ്പിൻ്റെയൊക്കെ ഇടയ്ക്ക് ഈ ബോട്ടും പിന്നെ പ്രകൃതിയുടെ ഒരു ഭംഗിയെല്ലാം കൂടെ വരുമ്പോഴത്തേനും ഫോട്ടോസൊക്കെ ഭയങ്കര സൂപ്പറാണ്. അങ്ങനെ ഞങ്ങളും ഈ ഒരു ബോട്ടിൽ കയറാനുള്ളൊരു പ്ലാനിൽ നിൽക്കുകയാണ്. പല ടൈപ്പ് ബോട്ടുകൾ ഇവിടെ അവൈലബിൾ ആയിരുന്നു. പല റേറ്റിൽ പല ടൈപ്പിലുള്ള ബോട്ടുകൾ, പെഡൽ ബോട്ടുകളും അല്ലാതെ ഉള്ള ബോട്ടുകളും ഒക്കെ അവൈലബിൾ ആയിരുന്നു. നമുക്ക് ഇഷ്ടമുള്ളത് ചൂസ് ചെയ്യാം. കുട്ടികൾക്കൊക്കെ പെഡൽ ബോട്ട് മതി എന്ന് പറഞ്ഞാൽ അവരതിലാണ് കയറിയത്. പക്ഷേ ഞങ്ങളൊക്കെ എല്ലാവരും കൂടെ ഒരു ബോട്ടിലാണ് പോയത്. അതൊക്കെ ഒരു അടിപൊളി എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. സൂപ്പറായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റി. പിന്നെ ഇതാ ഒരാൾക്ക് മാത്രം അല്ലെങ്കിൽ 2 ആൾക്ക് മാത്രം പോകാവുന്ന ടൈപ്പ് പെഡൽ ബോട്ടുകളും ഒക്കെ അവിടെ അറേഞ്ച്ഡ് ആയിരുന്നു. പിള്ളേരെ സംബന്ധിച്ച് പിള്ളേർക്ക് ഇതൊക്കെ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വേറെ ഒന്നും വേണ്ട. അവർക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ള എക്സ്പീരിയൻസുകളൊക്കെ ചെയ്യാനാണ് ഇഷ്ടം. നമ്മളെപ്പോലെ എല്ലാവരും കൂടെ ഒരു ബോട്ടിൽ കയറി തിങ്ങി നിറഞ്ഞ് പോകുന്നൊന്നും അവർക്ക് ഇഷ്ടപ്പെടത്തില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ പിള്ളേരെല്ലാം അവരൊരു സെറ്റായിട്ട് വേറൊരു പെഡൽ ബോട്ട് എടുത്ത് അവരങ്ങ് പോയി. ശരിക്കും പറഞ്ഞാൽ ഈ കാഴ്ചകളൊക്കെ എന്ത് രസമാണ് കാണാൻ. ഈ ക്യാമറയിൽ കാണുന്നതിനേക്കാട്ടിലൊക്കെ നമ്മൾ നേരിട്ട് കാണുമ്പോൾ തന്നെ നമ്മൾ ഭയങ്കരമായിട്ട് റിലാക്സ്ഡ് ആയി പോവും. ഈ പച്ചപ്പും ഈ വെള്ളം ഒഴുകുന്നതും ഈ ബോട്ട് പതുക്കെ പതുക്കെ നീങ്ങുന്നതൊക്കെ ഭയങ്കര ഒരു റിലാക്സിങ് ആയിട്ടുള്ളൊരു മോഡാണ് നമുക്ക് അവിടെ ചെന്ന് കഴിഞ്ഞാൽ.
പിന്നെ നമ്മുടെ 2 കുറുമ്പികൾക്ക് പിള്ളേരെ പറ്റിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. അവർക്ക് അത് മതിയെന്നും പറഞ്ഞ് അവരതിലങ്ങ് സെറ്റായി. അങ്ങനെ നമ്മുടെ ബോട്ടിങ്ങൊക്കെ കഴിഞ്ഞപ്പോഴത്തേനും ഞങ്ങളെല്ലാവരും ഭയങ്കരമായിട്ട് ടയേർഡായി. പിന്നെ ഞങ്ങളെല്ലാവരും ഫുഡ് കഴിക്കാനായിട്ടായിരുന്നു. നമ്മൾ റൈസൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് പോയി. അവിടെ ചെന്നിരുന്ന് നല്ല തണുപ്പും മഴയൊക്കെ ഉള്ളപ്പം ചിക്കനൊക്കെ ഫ്രൈ ചെയ്തു. തണുപ്പും മഴയും നല്ല ചൂട് ചിക്കൻ ഫ്രൈയും ഒരു അടിപൊളി കോമ്പിനേഷനാണ്. ഇടയ്ക്കൊരു പാട്ടും. പിന്നെ പിള്ളേരൊക്കെ ആണെങ്കിൽ ഭയങ്കര കളിയാണ്. അവരൊന്നും ഈ ലോകത്തേ അല്ല, ആരെയും ശ്രദ്ധിക്കുന്നില്ല. അങ്ങനെ ഞങ്ങളുടെ ഈ ഒരു ദിവസം ഏകദേശം ഒരു 4:30 ആയി. ഞങ്ങൾ തിരിച്ചു പോന്നു. അപ്പം ഇനി അടുത്ത വീഡിയോ ഒക്കെ ആയി കാണുന്നവരെ ടാറ്റ ബൈ ബൈ, സീ യു.